നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിൽ ലോകവ്യാപക പ്രതിഷേധം. ബ്രിട്ടീഷ് പാർലമെന്റിൽ അതിക്രമത്തെ അപലപിച്ച് എംപിമാർ. ജമ്മു കാശ്മീരിൽ ഭീകരനെ വധിച്ച് സുരക്ഷാസേന. കൊല്ലപ്പെട്ടത് ലഷ്കർ ഇ തോയ്ബ നേതാവ് ജുനൈദ് അഹമ്മദ് ഭട്ട്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു. ഭാരതവും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതായി വിദേശകാര്യമന്ത്രി. സേനാ പിന്മാറ്റം സാധ്യമായത് തുടർച്ചയായുള്ള ചർച്ചകളിലൂടെയെന്നും എസ് ജയശങ്കർ. ഭാരതവുമായി $117 കോടി പ്രതിരോധ കരാർ അംഗീകരിച്ച് അമേരിക്ക. യാഥാർത്ഥ്യമാകുന്നത് MH-60R ഹെലികോപ്റ്റർ ഘടകങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാർ. ഒക്ടോബർ 7 ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേലി ധനകാര്യമന്ത്രി. ജിഹാദി ശക്തികൾ ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിച്ചാൽ സാധ്യമാകില്ലെന്നും നീർ ബർക്കത്ത്. വാർത്തകൾ വിശദമായി. ഭാരതവും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തുടർച്ചയായുള്ള ചർച്ചകളിലൂടെയാണ് സേനാ പിന്മാറ്റം യാഥാർത്ഥ്യമായതെന്നും എസ് ജയശങ്കർ ലോക്സഭയിൽ പറഞ്ഞു. കിഴക്കൻ ലഡാക്കിൽ സേനാ പിന്മാറ്റം സംബന്ധിച്ച് ലോക്സഭയിൽ വിശദീകരിക്കുകയായിരുന്നു ജയശങ്കർ. കിഴക്കൻ ലഡാക്കിലെ സേനാ പിന്മാറ്റത്തോടെ ഭാരതവും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. 2020 ശേഷമുണ്ടായ പിരിമുറുക്കത്തിന് കാരണം ചൈന അതിർത്തിയിൽ നടത്തിയ സേനാ വിന്യാസമെന്നും എസ് ജയശങ്കർ ലോക്സഭയെ അറിയിച്ചു. Since June 2020, 17 meetings of the WMCC and 21 rounds of SHMC have taken place. So, in this background, I would like, sir, to inform the House today about the agreement reached on 21 October 2024 regarding Depsang and Demchok. The twin considerations of an unstable local situation and an impacted bilateral relationship were clearly the drivers for these recent endeavors. These two areas have been the focus of our discussions in both WMCC and SHMC with the Chinese side since September 2022, when the last disengagement agreement was concluded at Hot Springs area. ഭാരതവും ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തുടർച്ചയായ നയതന്ത്ര ചർച്ചകളിലൂടെ ഇരുവിഭാഗത്തെയും വിശ്വാസത്തിലെടുത്ത് പ്രശ്നം പരിഹരിക്കാനാണ് ഭാരതം ആഗ്രഹിക്കുന്നതെന്നും ജയശങ്കർ പറഞ്ഞു. As members are aware, there is a long history of frictions, transgressions and face-offs in several sectors of the India-China border. This goes back to Barahoti from 1954, to Longju in 1959, to Sumdurongchu from 1986-1995 and Depsang in 2013, amongst others. In the past, earlier governments have agreed to a range of steps to diffuse situations that have arisen at different times, including offers on our side to create demilitarized zones, limited non-patrolling zones, relocation or withdrawal of posts, disengagement of troops and dismantlement of structures. ഏറ്റവും ഒടുവിൽ ഡംചോക്, ഡെപ്സാങ് എന്നിവിടങ്ങളിലെ സേനാ പിന്മാറ്റമാണ് പൂർത്തിയായത്. ഗാൽവൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സേനാ പിന്മാറ്റം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ ഇരു രാജ്യത്തിന്റെയും സൈനികർ അതിർത്തിയിൽ മധുരം വിതരണം ചെയ്തു. ജനം, ഡൽഹി. ബംഗ്ലാദേശിൽ അറസ്റ്റിലായ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന് മോചനമില്ല. ബംഗ്ലാദേശ് കോടതി ജാമ്യാപേക്ഷ അടുത്ത മാസം 2 മാറ്റി. കൃഷ്ണദാസ് പ്രഭുവിനായി പുതിയ അഭിഭാഷകൻ ഹാജരായില്ല. പ്രഭുവിന്റെ അഭിഭാഷകൻ രമൺ റോയ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കുകളുമായി ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 26-നാണ് ഇസ്കോൺ സന്യാസി കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശ് പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് ദേശവിരുദ്ധ കേസ് ചുമത്തി സന്യാസിയെ ജയിലിലടയ്ക്കുകയായിരുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി കേസ് അടുത്ത മാസം 2 മാറ്റി. കൃഷ്ണദാസ് പ്രഭുവിനായി അഭിഭാഷകരാരും ഹാജരായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് മാറ്റിയത്. ബംഗ്ലാദേശിലെ കോടതി പോലും ജിഹാദികൾക്ക് വഴങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് കേസ് 1 മാസത്തേക്ക് മാറ്റിവെച്ച സംഭവം.
കൃഷ്ണദാസ് പ്രഭുവിന്റെ അഭിഭാഷകൻ രമൺ റോയിയെ ഇന്നലെ ഇസ്ലാമിസ്റ്റുകൾ ക്രൂരമായി ആക്രമിച്ചിരുന്നു. തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ രമൺ റോയി ചിറ്റഗോങ്ങിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രമന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രഭുവിനായി വാദിക്കാൻ ഇന്ന് കോടതിയിൽ അഭിഭാഷകനില്ലാതെ പോയത്. അതേസമയം ഭാരതത്തിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ച 63 ഇസ്കോൺ ബ്രഹ്മചാരികളെ ബംഗ്ലാദേശ് തടഞ്ഞതും വിവാദമായി. ഇന്ത്യൻ വിസ ഉൾപ്പെടെ എല്ലാ രേഖകളും ഉണ്ടായിട്ടും യാത്ര തടസ്സപ്പെടുത്തുകയായിരുന്നു. ബംഗ്ലാദേശ് ഇന്റലിജൻസ് വിഭാഗവും ബോർഡർ പോലീസുമാണ് ബ്രഹ്മചാരികളെ തടഞ്ഞത്. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ നമ്മൾ വാർത്തയിൽ കേട്ട വിവരങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ ഏറെ ഗൗരവതരമാണ് അവസ്ഥ. ജുഡീഷ്യറിയെ പോലും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, നിരവധി വിഷയങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇസ്കോണിൻ്റെ സന്യാസിമാരെ ഭാരതത്തിലേക്ക് അയക്കുന്നത് തടയാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ നിരവധിയായ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ വർദ്ധിച്ചു വരികയാണ് ബംഗ്ലാദേശിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? നിലവിലെ സ്ഥിതി എന്താണ് ഇപ്പോൾ? ഐസൺ, ഇന്നിപ്പോൾ ഈ കോടതിയിൽ സംഭവിച്ചിരിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതായത് ബംഗ്ലാദേശിലെ കോടതികൾ വരെ ജിഹാദി ശക്തികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ കോടതിയിൽ വരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലേക്ക് അവിടെ വളരുന്നു എന്നതിന്റെ സൂചനയാണ്. ഇന്നിപ്പോൾ ഈ കൃഷ്ണദാസ് പ്രഭുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ ഇന്നലെ ചിറ്റഗോങ്ങിലെ വസതിയിൽ കയറിയാണ് ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചത്. വളരെ ഗുരുതര പരിക്കുകളോടെ അദ്ദേഹം ചികിത്സയിലാണ്. അതിനാൽ ഇന്ന് കൃഷ്ണദാസ് പ്രഭുവിന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകൻ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ കോടതി ചെയ്തത് 1 മാസത്തേക്ക് ഈ കേസ് മാറ്റിവെക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു അഭിഭാഷകൻ ഇല്ലാത്ത ഘട്ടത്തിലൊക്കെ വേണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ ജാമ്യാപേക്ഷ കോടതിക്ക് പരിഗണിക്കാം. പക്ഷേ 1 മാസത്തോളം ഈ സന്യാസിമാർ ജയിലിൽ കിടക്കട്ടെ എന്ന നിലപാട് ബംഗ്ലാദേശിലെ കോടതി എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണകൂടം ഒന്ന് ഈ ഇസ്ലാമിക ഭീകരവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു, 2 ജുഡീഷ്യറി സംവിധാനം ഉൾപ്പെടെ ഇവരെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. എന്തായാലും രാജ്യവ്യാപകമായി, ഒപ്പം ബംഗ്ലാദേശിലും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം ഇപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിനും ജുഡീഷ്യറിക്കും ഒക്കെ എതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഈ മാസം 10-ാം തീയതി രാജ്യ തലസ്ഥാനത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നത് പോലെ വ്യാപകമായ പ്രതിഷേധം ഹൈന്ദവ സംഘടനകൾ നടത്തുകയാണ്. എന്തായാലും ബംഗ്ലാദേശിലെ സ്ഥിതി വളരെ മോശമായി തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ. ആയിഷ. തീർച്ചയായും ഗൗതം, അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഭാരതത്തിലെ ഹിന്ദു സമൂഹം ശക്തമായ ഒരു പ്രതിഷേധം, ഭാരതത്തിലെ ഹിന്ദു സമൂഹം കേരളത്തിൽ ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അസമാനമായ രീതിയിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ? ഇപ്പോൾ നേരത്തെ 10-ാം തീയതി നടക്കാനിരിക്കുന്ന പരിപാടിയെക്കുറിച്ച് ഗൗതം സൂചിപ്പിച്ചു. അത്തരത്തിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടനാ തലത്തിലും അത്തരത്തിലുള്ള തലങ്ങളിലുമെല്ലാം തന്നെ ഭാരതത്തിൽ, പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ കൂടി ഉണ്ടാകുന്നത്? ഐസൺ, 10-ാം തീയതി ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണ് നടക്കാൻ പോകുന്നത്. VHPയും ബജ്രംഗ് ദളുമാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച് നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിൽ ആഭ്യന്തര സംഘർഷം നടക്കുന്ന ഘട്ടത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ഒരു വലിയ പ്രകടനം ഡൽഹിയിൽ നടത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ടാകുന്ന പ്രതിഷേധമാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്കും 10-ാം തീയതി നടക്കാൻ പോകുന്നത്. ഇന്നലെ അതിന് മുന്നോടിയായ ഒരു ധർണ VHPയും ബജ്രംഗ് ദളും ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ചിരുന്നു. ഹൈന്ദവ സന്യാസിമാരും ജൈന സന്യാസിമാരും ഒക്കെ പങ്കെടുത്ത പ്രതിഷേധമാണ് ഇന്നലെ ഡൽഹിയിൽ നടന്നത്. 10-ാം തീയതി നടക്കുന്നത് വലിയ പ്രതിഷേധ പ്രകടനമാകും. അതിന് രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും VHPയുടെയും ബജ്രംഗ് ദളിന്റെയും പ്രവർത്തകരെത്തും എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം മറ്റ് ഹൈന്ദവ സംഘടനകളും VHPക്ക് ഒപ്പം ഉണ്ടാകും. ബംഗ്ലാദേശിൽ ഈ ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയാക്കപ്പെടുന്ന പാവപ്പെട്ട ഹിന്ദുക്കൾക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ ക്രൈസ്തവരും ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ അടങ്ങുന്ന മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ആയിഷ. ശരി ഗൗതം. ബ്രിട്ടീഷ് പാർലമെന്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തെ അപലപിച്ച് എംപിമാർ ഭാരി ഗാർഡനറും പ്രീതി പട്ടേലുമാണ് പാർലമെന്റിൽ വിഷയമുന്നയിച്ചത്. അതേസമയം മുഹമ്മദ് യൂനുസ് സർക്കാരുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ അണ്ടർ സെക്രട്ടറി കാതറിൻ വെസ്റ്റ് വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ശക്തമായ പ്രതിഷേധമാണ് വിളിച്ചുവരുത്തുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് പ്രസ്താവന നടത്തണമെന്ന് എംപിമാരായ ബാരി ഗാർഡനറും പ്രീതി പട്ടേലും ആവശ്യപ്പെട്ടു.
ബംഗ്ലാദേശിൽ നടന്ന ഹൈന്ദവ വിരുദ്ധ ആക്രമണങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് ബാരി ഗാർഡനർ പാർലമെന്റിൽ വിഷയം അവതരിപ്പിച്ചത്. Hindus make up less than 10% of the Bangladesh population, and my honourable friend will be aware that anti-Hindu violence has been a recurrent event in the country, and indeed the Jamaat-e-Islami party was earlier this year banned after riots in which 200 people were killed. But whilst Bangladesh no longer has the secular constitution of 1971 and became an Islamic state in 1988, there are nonetheless supposed to be protections for minority religions under Articles 28, 39 and others of the Constitution. These appear not to be being enforced, and there are reports of police and armies standing by as more than 20 places of minority Hindu and Sufi worship were vandalized and their worshippers attacked. On Friday, this came to a head when extremist groups from the Jamaat-e-Islami party attacked 2 Hindu temples in Chittagong and conducted a campaign of orchestrated violence against the Hindu population. A leading Hindu monk, Chinmoy Krishna Das, who is a former leader of the ISKCON Krishna consciousness movement, has been arrested. മുഹമ്മദ് യൂനൂസ് സർക്കാരുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ അണ്ടർ സെക്രട്ടറി കാതറിൻ വെസ്റ്റ് പാർലമെന്റിൽ വ്യക്തമാക്കി. മതസ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ബ്രിട്ടൻ ഏറെ മുൻതൂക്കം നൽകുന്നുവെന്നും അവർ പാർലമെന്റിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സംരക്ഷണ സമിതി തിരുവനന്തപുരത്ത് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ RSS ക്ഷേത്രീയ കാര്യവാഹ് M. രാധാകൃഷ്ണൻ സംസാരിക്കുകയാണ്. തത്സമയം ഇന്ത്യ ഗവൺമെന്റ്, പ്രധാനമന്ത്രി, പാർലമെന്റ്, അതുപോലെ വിദേശകാര്യമന്ത്രി അവരെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഹീനമായ അതിക്രമത്തെ അപലപിച്ചുകൊണ്ട് രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. അവിടുത്തെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകണമെന്ന് ബംഗ്ലാദേശ് ഗവൺമെന്റിനോട് വിദേശകാര്യ വകുപ്പ് ആവശ്യപ്പെടുകയുണ്ടായി. അതിന് ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണാധികാരിയായിട്ടുള്ള ഈ മുഹമ്മദ് യൂനുസ് അദ്ദേഹം നൽകിയ മറുപടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നതിനല്ല നിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിങ്ങൾ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് ബംഗ്ലാദേശ് ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയാൻ നിർബന്ധിതനായിരിക്കാം. പക്ഷെ അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ ഭാരതത്തിൽ ഒരു കാലത്ത് ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ തലപ്പത്ത് സർവ്വ സുഖ സൗകര്യങ്ങളോടും വിരാജിച്ചിരുന്ന 17 പ്രമുഖന്മാരെന്ന് സ്വയം കരുതുന്ന ആളുകൾ, 17 പേർ, ചെറിയ ആൾക്കാരൊന്നും ആയിരുന്നില്ല. ആസൂത്രണ കമ്മീഷന്റെ സെക്രട്ടറി ഉണ്ടത്, നമ്മുടെ കരസേനയുടെ ഉപമേധാവിയായിരുന്ന ഒരു വിദ്വാൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഒരാൾ, നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഔദ്യോഗിക കാലാവധിയിൽ തന്നെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ, അവരെ വിരമിച്ചതിന് ശേഷം വിദേശങ്ങളിൽ പോയി വിദേശത്ത് ഭാരതത്തിൽ അട്ടിമറി നടത്തുവാൻ വേണ്ടി വൈദേശിക ശക്തികൾ പണം കൊടുത്ത് നിലനിർത്തി പോറ്റിപ്പോരുന്ന NGOകളുടെ വക്താക്കളായി ഭാരതത്തിലേക്ക് സന്ദർശനാർത്ഥം മാത്രം വരുന്ന ആളുകൾ, അങ്ങനെയുള്ള 17 പേർ അവരൊരു കൂട്ടപ്രസ്താവന, ഒരു സംയുക്ത കത്തെഴുതുകയുണ്ടായി. നിങ്ങളത് പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ കത്ത്. ആ കത്തിൽ എന്താണ് അവർ പറയുന്നത്? മുഹമ്മദ് യൂനിസ് എന്താണോ ഇന്ത്യൻ ഗവൺമെന്റിന് അയച്ച കത്ത്, അതേ മാറ്ററാണ്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ടുണ്ടാവാം. അതേ മാറ്റർ 2014 മുതൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു. അപ്പൊ അവർ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഈ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കുറെ ഏജൻസികളുണ്ട് ഈ സമാധാനത്തിന്റെ റേറ്റൊക്കെ എടുക്കുന്നവർ. അവർ ഇടയ്ക്കിടയ്ക്ക് പറയും ഇന്ത്യ സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുഹമ്മദ് യൂനിസ് എന്താണോ
ഇന്ത്യ ഗവൺമെന്റിനോട് പറയാൻ ഉദ്ദേശിച്ചത് അതേ കാര്യം ഭാരതത്തില് ഈ അന്താരാഷ്ട്ര ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ പണം പറ്റുന്ന വിരമിച്ച ബ്യൂറോക്രാറ്റുകളുടെ ഒരു സംഘം അതേ കാര്യം പരസ്യമായി പ്രസ്താവിച്ചു. ഞാൻ ഈ കേരളത്തിലെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു അപകടത്തെപ്പറ്റി കൂടി പറയാം. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ മുഖലേഖനം, എഡിറ്റോറിയൽ. മലയാള മനോരമ പത്രം മലയാളിയുടെ വികാരമാണല്ലോ, അല്ലേ? അത് കാണാത്ത എത്ര മലയാളി കാണും? എഡിറ്റോറിയൽ വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അഥവാ അത് വായിച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ മലയാളികളിൽ ബഹുഭൂരിപക്ഷവും കൈപ്പറ്റുന്ന പത്രമാണ് മലയാള മനോരമ പത്രം. ആ മലയാള മനോരമ പത്രത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗം, ആ ലേഖനം എഴുതിയത് 17 പേരല്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ അത് 17 പേരുടെ അഭിപ്രായമല്ല, അത് ഭാരതത്തിന്റെ മുഴുവൻ അഭിപ്രായമാണ് എന്ന് പറയാനാണ് മനോരമ ശ്രമിച്ചിരിക്കുന്നത്. ആ ലേഖനത്തിൽ അവരുന്നയിച്ച വാചകങ്ങൾ മനോരമയുടെ എഡിറ്റോറിയലിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നു 2014 മുതൽ ഭാരതത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ അവർ സുരക്ഷിതരല്ല എന്നവരതിൽ പറയുന്നു. അപ്പൊ ഞാനിത് ചൂണ്ടിക്കാണിക്കാൻ, ഈ നെറ്റ്വർക്കിന്റെ വലിപ്പം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാണിത്. മുഹമ്മദ് യൂനിസ് ഒരു കത്തെഴുതുന്നു. ആ കത്തിന് അനുകൂലമായിട്ട് അവർക്ക് വിലക്കെടുക്കാൻ കഴിയാവുന്ന 17 പേരെ കിട്ടിയുള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കരുതാം. ഒരുപക്ഷെ 17 പേര് മതിയെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവാം. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേന ഒരു ഭീകരനെ വധിച്ചു. ലഷ്കർ ഇ തൊയ്ബ നേതാവ് ജുനൈദ് അഹമ്മദ് ഭട്ട് എന്ന ഭീകരനാണ് ശ്രീനഗറിൽ വെച്ച് വധിച്ചത്. ദച്ചിംഗാം വനത്തിലുണ്ടായ ഏറ്റുമുട്ടലിലായിരുന്നു സംഭവം. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസും CRPFും സൈന്യവുമായി ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ സംയുക്ത സേനാ വിഭാഗത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തോടെയാണ് പ്രത്യാക്രമണം ഉണ്ടായത്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതായി സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഭാരതവുമായി $117 കോടി പ്രതിരോധ കരാർ അംഗീകരിച്ച് അമേരിക്ക. MH-60R ഹെലികോപ്റ്റർ ഘടകങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാറാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്ത് മുതൽക്കൂട്ടാകുന്ന കരാറാണിത്. സമുദ്രത്തിൽ കാര്യക്ഷമമായ നിരീക്ഷണവും ആക്രമണവും നടത്താൻ സജ്ജമായ MH-60R ഹെലികോപ്റ്റർ ഘടകങ്ങൾ നൽകാനുള്ള കരാറിനാണ് അംഗീകാരം നൽകിയത്. കരാർ അംഗീകരിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് US കോൺഗ്രസിനെ അറിയിച്ചു. അന്തർവാഹിനി വേദ യുദ്ധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാൻ സാധ്യമാകുന്നതാണ് കരാർ. 4 വർഷമാണ് കരാറിന്റെ കാലാവധി. മൾട്ടി ഫങ്ഷണൽ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ജോയിന്റ് ടാക്ടിക്കൽ റേഡിയോ സിസ്റ്റം, ഇതോടൊപ്പം അത്യാധുനിക ഡാറ്റ ട്രാൻസ്ഫർ സംവിധാനവും ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് സിസ്റ്റവും ഉൾപ്പെടുന്നതാണ് കരാർ. ഹെലികോപ്റ്റർ എഞ്ചിൻ നിർമ്മാണ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനാണ് പ്രധാന വിതരണക്കാർ. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഹെലികോപ്റ്റർ ഘടകങ്ങൾ ഭാരതം വാങ്ങുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അധികാരമേൽക്കും മുമ്പ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബന്ദികളിൽ ഒരാളായ ഒമർ നുട്ര ഇന്ന് രാവിലെ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു. ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിനായി ട്രംപ് ഇടപെടണമെന്ന ആവശ്യം ഇസ്രായേലിലും ഉയർന്നിരുന്നു. ഒക്ടോബർ 7 ബന്ദിയാക്കിയ ഒമർ നുട്ര എന്ന ഇസ്രായേൽ പൗരൻ ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു. 100ഓളം ബന്ദികൾ ഇപ്പോഴും തടവിൽ കഴിയുകയാണ്. 400-ലേറെ ദിവസം കഴിഞ്ഞിട്ടും ബന്ദികളുടെ മോചനം പൂർണ്ണമായും സാധ്യമായിട്ടില്ല. ഇന്നലെ തടവിൽ കഴിയുന്ന ഈഡൻ അലക്സാണ്ടറുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു. തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെടണമെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ആദി അലക്സാണ്ടർ പൊതുവേദിയിൽ ആവശ്യപ്പെട്ടു. ബന്ദികളിൽ ഒരാൾ കൂടി മരിച്ചതോടെ ട്രംപ് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നതിന് മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകി. ജനുവരി 20-നാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. അതിനു മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കൃത്യമായി ട്രംപ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണത്തിലെത്തുന്ന ആദ്യ ദിവസം ട്രംപ് ഇടപെടാൻ സാധ്യതയുള്ള അന്താരാഷ്ട്ര വിഷയം ബന്ദികളുടെ മോചനം തന്നെയായിരിക്കുമെന്ന് സൂചനയും ഇതോടെ പുറത്തുവന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
ഫ്രാൻസിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നു. വോട്ടെടുപ്പില്ലാതെ ബജറ്റ് ബിൽ പാസാക്കാനുള്ള നീക്കമാണ് പ്രതിഷേധങ്ങൾ വിളിച്ചുവരുത്തിയത്. പ്രധാനമന്ത്രി മിഷേൽ ബേണിയർക്കെതിരെ ഇടതുപക്ഷ പാർട്ടികളും തീവ്ര വലതുപക്ഷ വിഭാഗവും സംയുക്തമായി അവിശ്വാസ പ്രമേയ നീക്കം ആരംഭിച്ചു. പാർലമെന്റിൽ വോട്ടെടുപ്പ് നടത്താതെ ബജറ്റ് പാസ്സാക്കാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. ബിൽ പാസ്സാകാനുള്ള സാധ്യത കുറവെന്ന് കണ്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി മിഷേൽ ബേണിയർ വോട്ടെടുപ്പില്ലാതെ പാസ്സാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഫ്രഞ്ച് ഭരണഘടനയിലെ 49ാം അനുച്ഛേദത്തിൽ ഇത്തരം നീക്കത്തിന് സാധുതയും നൽകുന്നുണ്ട്. എന്നാൽ തീവ്ര വലതുപക്ഷ വിഭാഗവും ഇടതുപക്ഷവും നീക്കത്തെ എതിർത്തു. സംയുക്തമായി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ബുധനാഴ്ച അവിശ്വാസം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രാൻസിനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കമാണ് അവിശ്വാസ പ്രമേയമെന്ന നിലപാടാണ് തീവ്ര വലതുപക്ഷ നേതാവ് ലീ പെന്നിൻ്റേത്. നാളെ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ 289 വോട്ട് ലഭിച്ചാൽ അവിശ്വാസ പ്രമേയം പാസ്സാകുകയും ചെയ്യും. അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ബേണിയർ ഏറ്റവും കുറഞ്ഞ കാലം പദവിയിലിരുന്ന പ്രധാനമന്ത്രിയായി മാറും. 1962 ശേഷം ഇതുവരെ ഫ്രാൻസിൽ അവിശ്വാസ പ്രമേയങ്ങളൊന്നും പാസ്സായിട്ടുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മെഡിക്കൽ അശ്രദ്ധയെന്ന് കരുതാനാവില്ലെന്ന് ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതി. അത്തരം കേസുകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തിയ സ്ത്രീ ഗർഭം ധരിച്ചതിനെ തുടർന്ന് നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കീഴ്ക്കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. വന്ധ്യീകരണ പ്രക്രിയയിൽ പരാജയപ്പെടുവാനുള്ള സാധ്യത അംഗീകരിച്ച് സമ്മതപത്രം ഒപ്പിട്ടതായി ഹൈക്കോടതിയിൽ നൽകിയ സാക്ഷിമൊഴിയിൽ യുവതി തന്നെ സമ്മതിച്ചു. സമ്മതപത്രം ഒപ്പിട്ട് നൽകിയതിനാൽ പരാജയ സാധ്യത മുന്നേ വ്യക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച ജില്ലാ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. ഒരു ശസ്ത്രക്രിയയുടെ ഫലത്തെ അടിസ്ഥാനമാക്കി മാത്രം വൈദ്യശാസ്ത്രപരമായ അശ്രദ്ധയെന്ന് കരുതാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ശസ്ത്രക്രിയ കൊണ്ട് ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല എന്നതിനാൽ ആ ഡോക്ടർ യോഗ്യനല്ല എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വന്ധ്യീകരണ ശസ്ത്രക്രിയ നടത്തിയിട്ടും ഡോക്ടറുടെ അശ്രദ്ധയാണ് ഗർഭിണിയാകാൻ കാരണമെന്ന് കാട്ടി പഞ്ചാബ് സ്വദേശിയായ യുവതി നടത്തിയ നിയമ പോരാട്ടമാണ് സുപ്രധാന വിധിക്കിടയാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് ചിലവായ തുകയുടെ 18% വാർഷിക പലിശ സഹിതം 90,000 രൂപ ഡോക്ടറിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് യുവതി കോടതിയെ സമീപിച്ചത്. ആദ്യ അപ്പീൽ തള്ളിയെങ്കിലും 6% പലിശ സഹിതം 30,000 രൂപ പരാതിക്കാരിക്ക് നൽകാനായിരുന്നു ജില്ലാ കോടതി വിധി. ഇതിനെതിരെ പഞ്ചാബ് സർക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജനം, ഡൽഹി. രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നമസ്തേ.